ഹലോ ഹലോ, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ചൂടായിട്ടിരിക്കുന്നു. ആം, സന്തോഷത്തിന് കുറവൊന്നുമില്ല, പക്ഷേ ശരീരം ഇറിറ്റേറ്റഡ് ആണ്. ആം, ആ ഒരു ഇറിറ്റേഷൻ മനസ്സിലോട്ടും കയറുന്നുണ്ട് കേട്ടോ. എൻ്റെ പേര് അഞ്ജു. ഞാനും എൻ്റെ ഫാമിലിയും UK-യിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് 9 മാസമായി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വന്നത് കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോൾ എന്താ ദിവസം, വ്യാഴാഴ്ച, മൺഡേ എനിക്കുണ്ടായ ചില ചിന്തകൾ. ആ ചിന്തകളൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ചിന്തകൾ ഈസ് ആക്ച്വലി ടു ഡു വിത്ത് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞ കാഴ്ചപ്പാട് എന്നാണ് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്. അതെങ്ങനെ അതങ്ങോട്ട് വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയേക്കാം. മൺഡേ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ജിമോൾ കൊരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സ്മാർട്ട് ഒരു പുള്ളിക്കാരി ഒരു ജൂനിയേഴ്സിന് വേണ്ടി ഒരു ഗാസ്ട്രോണോം വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ പിള്ളേർ ഹോം സ്കൂൾഡാണല്ലോ, അപ്പം ഇവർക്ക് ഈ കട്ട്ലറി യൂസ് ചെയ്യാനും ടേബിൾ മാനേഴ്സും ടേബിൾ സെറ്റ് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കാൻ കുറച്ചൊക്കെ അവിടെ എവിടെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഒരു പല കൾച്ചറിൽ ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും ചാടും അവിടുന്ന് ഇങ്ങോട്ടും ചാടും അങ്ങനെ ഒരു ഫാമിലി ആയത് കാരണം ആദ്യമൊക്കെ ഞാൻ കൈയും കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഷോണിന് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ ഷോൺ പറയുമായിരുന്നു ഞങ്ങളെ ഭക്ഷണം കൈ കൊണ്ട് തൊടരുത് എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞാനിങ്ങനെ അഴിച്ചു വാരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇപ്പോഴും ഇഷ്ടമാണ്, ഞാൻ ഇപ്പോഴും അങ്ങനെ കഴിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇച്ചിരി ചാറൊക്കെ ഉള്ള ഫുഡാണെങ്കിൽ എനിക്കിങ്ങനെ തോണ്ടി നക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ജസ്റ്റ് how I enjoy food and I'm happy with it. പക്ഷെങ്കിൽ അപ്പോൾ അവർക്കതൊരു അവരുടെ ഫൈൻ ഡൈനിങ്, ഇപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. പക്ഷേ നമ്മൾ 4 പേരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പം ചില മര്യാദകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അതിപ്പം ബ്രിട്ടീഷ് മര്യാദകളും നമ്മുടെ മര്യാദകളും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ ഉറക്കെ ഒരു ഏമ്പക്കം വിടുന്നത് പഴയ അപ്പച്ചന്മാരുടെയൊക്കെ ഒരു രീതിയാണ്. അത് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ കോംപ്ലിമെൻറ്റ്. നല്ല ഫുഡായിരുന്നു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്നതിൻ്റെ ഒരു കോംപ്ലിമെൻ്റാണ് ആ ഏമ്പക്കമെന്ന്. പക്ഷെങ്കിൽ ഒരു ബ്രിട്ടീഷ് സെറ്റിങ്ങിൽ പോയി ടേബിളിൽ ഇരുന്ന് ഏമ്പക്കം വിട്ടാൽ ഇറ്റ് ഈസ് എ ബിഗ് നോ. ഇറ്റ് ഈസ് സോ അതൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്തു. ബിക്കോസ് ഈ കൈ കൊണ്ട് കഴിക്കുന്നത് അയ്യേന്ന് വെച്ചിരുന്ന ഷോൺ എന്നെ കല്യാണം കഴിച്ചൊരു 6 മാസമൊക്കെ ആയി. ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുള്ളിക്ക് കട്ട്ലറി വേണ്ട, പുള്ളിക്ക് കൈ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. പുള്ളി പറയുന്നത് എന്നാലല്ലേ ഫുഡൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കുഴച്ചൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഈ പിള്ളേരെ എന്ത് പഠിപ്പിക്കും? ഇതാണ് നല്ലതെന്ന് പഠിപ്പിക്കുമോ, അതാണ് നല്ലതെന്ന് പഠിപ്പിക്കുമോ, ഇതെല്ലാം നല്ലതാണ് എങ്ങനെയെങ്കിലുമൊക്കെ തിന്നു എന്ന് പഠിപ്പിക്കുമോ? അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ ഈ ഒരു ഗാസ്ട്രോണോം കോഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഈസ് മൈ ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാൻ പിള്ളേരെ മൂത്തതുങ്ങളെ 2 പേരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇൻ ദ പ്രോസസ് സംഭവിച്ച ചില കാര്യങ്ങൾ മേഡ് മീ റിയലി തിങ്ക്. ഈ മൺഡേ ആകുന്നതിന് മുമ്പ് 2-3 ആഴ്ച മുമ്പ്, മേ ബി ഒരു 2-3 മാസം മുമ്പ് മുതൽ ഞാൻ എൻ്റെ പ്രിയ കെട്ടിയവനോട്, മൈ ഡിയറസ്റ്റ് ഹസ്ബൻഡിനോട് പല പ്രാവശ്യം പറഞ്ഞു നമ്മുടെ കയ്യിൽ കാശ് തീരുവാണ്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഈ ആക്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാക്കിയ കാശ് കൊണ്ടാണ് 8 മാസം വാടകയൊക്കെ അടച്ചത്. നമ്മൾ കുശാലായിട്ട് പോയി, അത്രയ്ക്കുള്ളത് ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിൽ. പക്ഷെങ്കിൽ അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുവെങ്കിലും അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടുള്ളത് കൊണ്ടായിരിക്കും ഷോൺ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. സോ തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് കാര്യങ്ങൾ കൈൻഡ് ഓഫ് കയ്യിലൊന്നുമില്ല അവസ്ഥയായി. ആൻഡ് രാവിലെ ഞായറാഴ്ചയും ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല കേട്ടോ എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച പോകാനെല്ലാം റെഡി. അപ്പോൾ ഷോൺ വരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ഊബർ വിളിച്ചു പൊക്കോ എന്ന് പറഞ്ഞായിരുന്നു.
അപ്പോൾ ഊബർ വിളിക്കാനൊക്കെ റെഡിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൈ കാശൊന്നുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്നാ എൻ്റെ കൈ കാശുണ്ട്, ഇന്നാ പിടിച്ചു 1200 rupees ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു 1200 rupees ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു വെച്ച് ഒന്നും കൂടെ എണ്ണി നോക്കിയപ്പോൾ 1200 രൂപ. അപ്പോഴാണ് ക്ലിക്ക് ചെയ്ത് ഇതാണില്ലേ ഈ 1200 rupees. Are you getting it? നമ്മൾ 1200 എന്ന് പറയുമ്പോൾ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഓക്കെ എന്തോ ഉണ്ട്. പക്ഷേ 1200 എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല എന്ന പോലെ ആയി. സോ ഞാൻ പറഞ്ഞു ഇതും കൊണ്ട് ഞാൻ സർവൈവ് ചെയ്യുമോ കൊച്ചിയിൽ? ഇവരെ രണ്ടുപേരെയും കൊണ്ട് അവിടെ വിട്ടിട്ട് ഞാൻ ഷെയാനയെയും കൊണ്ട്, ഷെയാന ഇസ് 5 years old തന്നെ മോള്, അവളെയും കൊണ്ട് ഫുൾ ഡേ കൊച്ചിയിൽ എവിടെയെങ്കിലുമൊക്കെ തേരാപ്പാര കറങ്ങി നടന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ പോയി ഇവരെ പിക്ക് ചെയ്ത് അവിടുന്ന് ഇവരെ കൊണ്ടുപോയി ഡാൻസ് സ്കൂളിൽ ആക്കണം. ഷെഖാനയ്ക്ക് റിഹേഴ്സൽസ് ഉണ്ട്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ അവിടെ വീണ്ടും ഡില്ലി ഡാലി നടന്നിട്ട് 6 മണിയാകുമ്പോൾ വീണ്ടും ടാക്സി വിളിച്ച് തിരിച്ച് വീട്ടിൽ വരണം. ഇതിൻ്റെ ഇടയ്ക്ക് ലഞ്ചുണ്ട്, ഡിന്നറുണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ കൊച്ചി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം വല്ലതും നടക്കുമോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ അത്യാവശ്യം ഗതികെട്ട് പോയാൽ പിള്ളേരുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കാം എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി ഞാൻ മുന്നോട്ട് തന്നെ പോയി. സോ ഞാൻ പോയി പിള്ളേരെ ഈ വർക്ക്ഷോപ്പിന് ഇറക്കി വിട്ടു. എന്നിട്ട് ഞാനും ഷെയാനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഷെയാനയ്ക്ക് നല്ല സുഖമില്ല. അവർക്ക് ഇച്ചിരി നല്ലതായിട്ട് പനിക്കുന്നുണ്ട്, അവർക്ക് തൊണ്ടവേദന ഉണ്ടെന്ന് പറയുന്നു, ചെവിക്കകത്ത് വേദന പറഞ്ഞു. തൊണ്ടവേദന, പനി ആൻഡ് ഓൾ ഞാൻ അത്ര വലിയ കാര്യമാക്കത്തില്ല, ഒരു കോൾഡല്ലേ അതങ്ങ് പൊക്കോളും എന്ന് വെക്കും. പക്ഷെ അവർക്ക് ചെവിക്കകത്ത് വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നി. ബിക്കോസ് ചെവിക്കകത്ത് നല്ല വേദന വന്നാൽ എന്ത് ചെയ്യും? സോ ഞാൻ വിചാരിച്ചു അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകാം. അപ്പോൾ അതിൻ്റെ അടുത്ത് വെൽകെയർ ഹോസ്പിറ്റലിൽ പോയി രജിസ്ട്രേഷൻ എടുത്തപ്പോൾ 500 രൂപ തീർന്നു. അപ്പം എൻ്റെ സന്തോഷം പോകാൻ. അപ്പം ഞാനിങ്ങനെ ഈ രജിസ്ട്രേഷൻ എടുത്തിട്ട് ഞാൻ അവിടെ ഒരു സീറ്റിൽ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇനി ഇത്രയും പൈസയും കൂടെ ഉണ്ട്, ഇന്ന് ഫുൾ ഡേ കഴിയണം, ടാക്സി വിളിച്ച് തിരിച്ച് വീട്ടിൽ പോകണം, ലഞ്ച് വേണം, ഡിന്നർ വേണം. എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തകൾ വരുക. ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് ഒരു 5 വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ ഇരിക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സങ്കടം വരാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു സ്നാക്ക്, യു ഗോ ഫൈൻഡ് സം സ്നാക്സ് വെരി, യു നോ വേർ ദ സ്നാക്സ് ആർ. എനിക്ക് പെട്ടെന്നൊരു സിംഗിൾ മദർഹുഡ് അവിടെ ഫീൽ ചെയ്തു. എൻ്റെ മനസ്സിൽ ഒരു കൊച്ചു ഡിപ്രഷൻ്റെ ഒരു ചൊവ, ഒരു ടേസ്റ്റ് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അപ്പം എൻ്റെ ഇമോഷൻസ് ടോട്ടലി എനിക്ക് സാധാരണ പരിചയമില്ലാത്ത ഇമോഷൻസ് ആയിരുന്നു. കാരണം ഞാൻ പൊതുവെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളാണ്. എനിക്ക് സത്യത്തിൽ സങ്കടം വന്നിട്ട് കുറേ മാസങ്ങളായി എന്ന് ഞാൻ ഈ വീഡിയോസിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ ഈസി ആയിട്ട് സങ്കടമൊന്നും വരത്തില്ല. എനിക്കങ്ങനെ പെട്ടെന്ന് വിഷമമോ ടെൻഷനോ ആങ്സൈറ്റിയോ ഒന്നും നാച്ചുറലി എനിക്കിപ്പോൾ വരാറില്ല. സോ ഐ വാസ് കൈൻഡ് ഓഫ് ടേക്കൺ ബൈ സർപ്രൈസ്. ഇതെന്താ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഞാൻ ആശുപത്രി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ നമ്മളുടെ ഈ വീഡിയോസ് കാണുന്ന ഷക്കീലയെ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. ഷക്കീല അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഷക്കീല എന്നോട് പറഞ്ഞു, അഞ്ജു നമ്മൾ 2 പ്രാവശ്യമായി വി ആർ ബമ്പിങ് ഇൻ ടു ഈച്ച് അതർ, ഇനി ഒരു പ്രാവശ്യം കൂടെ കണ്ടുമുട്ടിയാൽ വി നീഡ് ടു ഗോ ഔട്ട് ടുഗെദർ ആൻഡ് ഐ ലൈക്ക് ദ ഐഡിയ. ഒരു പ്രാവശ്യം കൂടി ഷക്കീലയെ കണ്ട് എനിക്ക് കൂട്ടത്തിൽ വെളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് ആൻഡ് വി മൈറ്റ് ഡു ദാറ്റ്. ഞാൻ ഷക്കീലയെ കണ്ടു, എനിക്ക് സന്തോഷം വന്നു മനസ്സിന്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഒരു ഫീലിംഗ്, അയ്യോ പാവം ഞാൻ ഒരു കൊച്ചിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു, എൻ്റെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിന് പൈസയുമില്ല. ആൻഡ് അവിടുന്ന് ഞാൻ ഒരു ഓട്ടോയിൽ കയറി. ഞാൻ വിചാരിച്ചു ഓക്കെ ലുലു മോളിൽ പോയി ഇരിക്കാം, അവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, കാപ്പി കുടിക്കാം,
പക്ഷെങ്കിൽ റിമെമ്പർ എൻ്റെ കയ്യിൽ പൈസ കുറവാണ്. ആൻഡ് ഐ എം ഡൂയിങ് ഓൾ ദ കാൽക്കുലേഷൻ ഇൻ മൈ ഹെഡ്. ഇവിടുന്ന് ഇവിടെ പോകാൻ ഇത്ര പൈസ, അവിടുന്ന് ഇവിടെ പോകാൻ ഇത്ര പൈസ. ഐ എം ഡൂയിങ് ഓൾ ദ കാൽക്കുലേഷൻ ഇൻ മൈ ഹെഡ് ടു ഫിറ്റ് ഇൻ ടു എൻ്റെ കയ്യിലുള്ള പൈസയിൽ ഫിറ്റ് ആവണം എന്ന ഒരു ഇതിൽ. ആൻഡ് ഐ വാസ് ലൈക്ക്, ആ ഓട്ടോയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന്. കാരണം ഈ മനസ്സിൻ്റെ പവറിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ അതൊരു വിയർഡ് റിലീജിയനോ ഒന്നുമല്ല. നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ നമ്മളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിനെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും എന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ആൾക്കാർ യൂറോപ്പിലോട്ടും UK-ലോട്ടും ഒക്കെ പോകുമ്പോൾ ദ ഫസ്റ്റ് ടേസ്റ്റ് ദ ഗെറ്റ് ഇസ് ഡിപ്രഷൻ. ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഷോണിനെ കല്യാണം കഴിച്ച ആദ്യത്തെ വർഷം ഇറ്റ് വാസ് ഹൊറിബിൾ എന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് പുതിയൊരു റിലേഷൻഷിപ്പ് എന്നുള്ളത് മാത്രമല്ല, പുതിയൊരു രാജ്യം എന്നുള്ളത് മാത്രമല്ല, ദ വെദർ പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ദ വേ വി ഫീൽ. അതിപ്പം നമ്മൾ UK ബേസ്ഡ് സൈക്കോളജി സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറ്റ് ഈസ് വെൽ നോൺ ഫാക്ട്, നമ്മൾ ഗ്രേ ഡേയ്സിൽ ആൾക്കാർ കൂടുതൽ ഡിപ്രസ്ഡ് ആയിരിക്കും എന്ന്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂട് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കെട്ടിയോൻ പറയും, ഷീ ഈസ് എ ഹാർഡ് ടു ക്രാക്ക് നട്ട് എന്നാണ് പുള്ളി എന്നെക്കുറിച്ച് പറയുന്നത്. എന്നെ എടുത്തെറിഞ്ഞാൽ 4 കാലയിൽ ഞാൻ നിൽക്കും എന്ന് പണ്ട് എൻ്റെ അപ്പനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര ഐ എം നോട്ട് ഈസി ടു ബ്രേക്ക്. ഞാൻ വളർന്ന സാഹചര്യം അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അത്ര പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളല്ല. പക്ഷെങ്കിൽ എനിക്ക് സങ്കടം വന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് ഫീൽ ചെയ്തു. അയ്യോ പാവം, സെൽഫ് പിറ്റി. സത്യം പറഞ്ഞാൽ ഈ സെൽഫ് പിറ്റി എന്ന് പറയുന്ന സാധനം ഐ ലോത്ത് ഇറ്റ്, ഐ ഹേറ്റ് ഇറ്റ്. ബിക്കോസ് ഞാൻ അതിൽ കിടന്ന് ഉരുണ്ട് പേരണ്ട് ഒരു വഴിയായ ഒരാളാണ്. സെൽഫ് പിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എപ്പോഴുമുള്ള ഒരു സാധനമായിരുന്നു. അതുമായിട്ടുള്ള കൂട്ടുപേക്ഷിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പാടുപെട്ടു. സോ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് സെൽഫ് പിറ്റി. പക്ഷെങ്കിൽ സെൽഫ് പിറ്റി തിങ്കളാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ദ റിയാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഞാനൊരു സിംഗിൾ മം അല്ല, ഞാൻ സിംഗിൾ മമ്മായി ജീവിച്ചിട്ടുണ്ട്. എനിക്കൊരു സിംഗിൾ മമ്മിൻ്റെ ഹൃദയം എങ്ങനെയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ റിയാലിറ്റി ആണ് ഒരു സിംഗിൾ മം. എനിക്ക് അന്നൊരു ദിവസം എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഞാൻ പൈസയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അന്നൊരു ദിവസം ഒരു ലോ ഫീൽ ചെയ്തപ്പോൾ എൻ്റെ തലയിൽ അങ്ങനത്തെ ചിന്തകൾ വന്നപ്പോൾ എൻ്റെ റിയാലിറ്റി, ഞാൻ കാണുന്ന റിയാലിറ്റി മാറി, എൻ്റെ ആക്ഷൻ മാറി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാറി, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, എൻ്റെ ഇമോഷൻസ് മാറി, ഞാൻ മൊത്തത്തിൽ ആളേ മാറിപ്പോയി. ജസ്റ്റ് സീ ഹൗ ദ പെർസെപ്ഷൻ ചേഞ്ചസ് എവ്രിതിങ് ഫോർ എ പേഴ്സൺ. നിങ്ങളൊക്കെ ഈ സമ്മർ എങ്ങനെ കോപ്പ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മറിന് ശരിക്കും എൻ്റെ മേലുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്ന് കോൺഷ്യസ്ലി അസസ് ചെയ്യാൻ എനിക്കിപ്പോഴാണ് പറ്റുന്നത്. ഞാൻ കേരളത്തിൽ ഇതിനു മുമ്പും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ജീവിച്ചതും ഇന്ന് ജീവിക്കുന്നതും തമ്മിലൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ. ബിക്കോസ് ഈ കേരളത്തിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്നവർ തന്നെ പറയുന്നു ഇപ്രാവശ്യത്തെ സമ്മർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇവിടെ വെള്ളമൊക്കെ ഇച്ചിരി കുറവാണ്. സോ ഈ വീടിൻ്റെ ഓണർ എന്നെ വിളിച്ചപ്പോൾ പറയുമായിരുന്നു ഇവർക്ക് ഒരിക്കലും വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മെയ് അവസാനമൊക്കെ ആകുമ്പോൾ മേ ബി ഒരു ടാങ്കർ വെള്ളം മേടിക്കേണ്ട വന്നാലേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ വന്നിട്ടില്ല എന്ന്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ 3-4 ടാങ്കർ വെള്ളം ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. സോ ദിസ് ഈസ് എ സമ്മർ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ടു ഈവൻ ലാസ്റ്റ് ഇയർ സമ്മർ. സോ നമ്മൾ പണ്ട് ഇവിടെ ജീവിച്ചു, നമുക്ക് കേരളം അറിയാം, അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പക്ഷേ എനിക്ക് സമ്മർ വന്നപ്പോൾ ഐ എം താങ്ക്ഫുൾ. ഇനി 1 മാസം കൂടി ഉള്ളൂ, ഇതൊക്കെ തീർന്നു പോവുമല്ലോ എന്ന സന്തോഷമുണ്ട്. മറ്റേത് UK-യിലായിരുന്നപ്പം 3 മാസത്തെ സ്പ്രിങ് തീർന്നു പോവുമല്ലോ എന്ന സങ്കടമായിരുന്നു, അല്ലെ സമ്മർ തീർന്നു പോവുമല്ലോ എന്ന് സങ്കടമായിരുന്നു. ഇവിടെ മെയ് അവസാനം ആയാൽ മതിയേ എന്നുള്ള അവസ്ഥയായി. എനിക്ക് ഇവിടുത്തെ ചൂട് എനിക്ക് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ബ്രെയിൻ ഫോഗ് എന്നതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ ഷാർപ്നെസ് അത് ശരിക്കും അഫക്റ്റ് ചെയ്തു. ഞാനിങ്ങനെ ഒരുമാതിരി ഉറക്കത്തിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ മയങ്ങി നടക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഓഫ് തോട്ട് അതത്ര വരുന്നില്ല. ഈ AC യുടെ കീഴേ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ഇപ്പൊ നല്ല ക്ലാരിറ്റിയാ. പക്ഷെ അടുക്കളയിലോട്ട് പോയാൽ അടുക്കളയിൽ ഫാൻ ഉണ്ടെങ്കിലും ആ ഫാനിനൊരു ഉഷിരില്ല. ഫാനൊക്കെ തോറ്റു പോകുന്ന ചൂടാണ്. പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ചൂടും ഉണ്ടല്ലോ. കുക്കിംഗ് ഈസ് മൈ വേഴ്സ്റ്റ് തിങ് ഇൻ ദിസ് സീസൺ. ഞാൻ കുക്കിംഗ് എൻജോയ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ പട്ടിണി കിടക്കരുതല്ലോ എന്ന് കരുതി കുക്കിംഗ് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നാമത് ഇങ്ങനെ വേർത്തിങ്ങനെ അതിൻ്റെ വേറൊരു നല്ല വശം എന്താണെന്നറിയാമോ? എൻ്റെ സ്കിന്നൊക്കെ നല്ല സുന്ദരമായി തോന്നുന്നില്ലേ? അതെന്താണെന്നറിയാമോ? കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വേർത്തോണ്ടിരിക്കുന്ന കാരണം സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയി. കഴിഞ്ഞ ദിവസം എന്നെ കണ്ട ആരോ പറഞ്ഞു, UK എൻ്റെ ഒരു ഫ്രണ്ട് ലിനി, ഇപ്പം കേരളത്തിലുണ്ട് ലിനി, ഒരു രാത്രി ഇവിടെ കിടക്കാൻ വന്നായിരുന്നു, പോകുന്നതിന് മുമ്പ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ലിനി വന്നപ്പോൾ പറഞ്ഞു, അഞ്ജുവിൻ്റെ സ്കിന്നൊക്കെ നല്ല ആയല്ലോ എന്ന്. അതാണ് അതിൻ്റെ രഹസ്യം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേർത്തോണ്ടിരിക്കുന്ന കാരണം സ്കിന്നൊക്കെ നല്ല അടിപൊളിയായി. പക്ഷേ വേർത്തോട് കുക്ക് ചെയ്യാൻ ഒരു രസവുമില്ല. സോ കുക്കിംഗ് ആണ് ഇപ്പം ഞാൻ ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലാത്ത കാര്യം. വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടാങ്കറിൽ വെള്ളം മേടിച്ച് ഒഴിച്ചത് കാരണം മറ്റേ നമ്മൾ ടാപ്പിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ടാങ്കറിലെ വെള്ളം വന്നപ്പം ആ വെള്ളം കുടിക്കാൻ ഒരു മടി. അതുകൊണ്ട് ഈ വെള്ളം കെറ്റിലിനകത്ത് തിളപ്പിച്ച് അത് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ കൂജ മേടിച്ച് വെച്ചിട്ടുണ്ട്. കൂജ എന്നല്ല എന്നെ പറയുന്നത്, ഈ എർത്തൻ പൊട്ട്, അതിനകത്ത് ഒഴിച്ച് ആണ് ഇപ്പം കുടിക്കുന്നത്. എന്നിട്ട് അതിനകത്തുനിന്ന് കുപ്പിക്കകത്ത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും. സോ ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ് കുടിക്കാനുള്ള വെള്ളം. എന്നിട്ടും നമ്മുടെ ഫാമിലിക്ക് ഇതിനെന്തോ ഒരു ചൊവ എന്നാ പറയുന്നത്. അത് തിളപ്പിച്ച വെള്ളത്തിനും നമ്മളുടെ നാച്ചുറൽ വെള്ളത്തിനും ഒരു ചൊവ വ്യത്യാസമുണ്ടല്ലോ. സോ മൊത്തത്തിൽ ആകെപ്പാടെ ഒരു കോംപ്ലിക്കേറ്റഡ് വേ ഓഫ് ലൈഫാണ് സമ്മറിൽ, ആൻഡ് വി ആർ ഫേസിങ് ഇറ്റ് റിയലി. പക്ഷേ ഈ സമ്മർ എനിക്ക് പേഴ്സണലി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ചില സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നോ എന്ന് ബോധ്യം വരുന്നത്. ആൻഡ് ഐ റിയലി ഹാഡ് എൻ എൻകൗണ്ടർ വിത്ത് ദ പെർസെപ്ഷൻ ആൻഡ് ദ റിയാലിറ്റി സൈഡ് ഓഫ് തിങ്സ്. റിയാലിറ്റി സൈഡ് നമ്മളുടെ ഈ ഒരു കാഴ്ചപ്പാടിലെ പെർസെപ്ഷനുമായിട്ട് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് വെച്ച് ആ ഒരു എക്സാമ്പിൾ വെച്ചാണ് ഞാൻ പറയുന്നത്. ടോട്ടലി ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനെ ഒരു സങ്കടമോ അങ്ങനെ ഒരു ലോ ഫീലിങ്ങോ വരാനുള്ള റിയൽ കാരണങ്ങൾ എനിക്കില്ല. പക്ഷേ എങ്കിലും എനിക്കത് വന്നു. ബിക്കോസ് എൻ്റെ തോട്ട് ഇങ്ങനെ വിഴാന്ന് എതിലെയോ വഴുതി വീഴാൻ ഞാൻ തന്നെ അനുവദിച്ചു. ആൻഡ് ദെൻ ഐ ഹാഡ് ടു ടേക്ക് ഹോൾഡ് ഓഫ് മൈ തോട്ട്സ് ആൻഡ് ഐ ഹാഡ് ടു തിങ്ക്, ഇതല്ല സത്യം. എനിക്ക് ഇങ്ങനെ പാപം ഞാൻ ഈ വെയിലത്തൂടി ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി അലയുന്നു, അതല്ല അതിൻ്റെ സത്യം. ഇന്നൊരു ദിവസം അങ്ങനെ സംഭവിച്ചു, ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ. എനിക്ക് ആരോഗ്യമുണ്ട് അത് ചെയ്യാൻ. ആ ചൂടത്ത് ഞാൻ തലയിറങ്ങി വീണൊന്നും പോകുന്നില്ല. എൻ്റെ കൊച്ചിന് അത്ര വയ്യാത്ത അസുഖമൊന്നുമില്ല. എനിക്ക് കയ്യിൽ കാശിച്ചിരി കുറവാണെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ എടുക്കാൻ എനിക്ക് എമർജൻസി ഫണ്ട്സ് പിള്ളേരെ അക്കൗണ്ട് അതുകൊണ്ട് പണിയെടുക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെ ചില ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഞാൻ ലുലു മോളിൽ ചെന്നപ്പോഴത്തേക്ക് ഐ got a hold of my thinking and I thought, അഞ്ജു ഇത് ശരിയല്ല, നിൻ്റെ ചിന്തകൾ ശരിയല്ല. സോ ഞാൻ ലുലു മോളിൽ ചെന്നപ്പം അപ്പോഴത്തേക്ക് കൊച്ച് ഓക്കെ ആയി. അവള് ഇനി എന്ത് ചെയ്യാം മമ്മി എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ അവളുടെ തന്നെ അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത് ഫൺചൂറ കാർഡ് മേടിച്ചു. അവളുടെ അക്കൗണ്ടിൽ ഇനി എൻ്റെ അക്കൗണ്ടിൽ കാശ് വരുമ്പോൾ ഞാൻ തിരിച്ചിട്ടാൽ മതിയല്ലോ. സോ ഞങ്ങൾ ഫൺചൂറ കാർഡ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് സോഫ്റ്റ് പ്ലേയിൽ പോയി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മെക്ഡോണൾഡ്സിൽ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി സീമ, ഞാൻ പറഞ്ഞിട്ടേ പഠിപ്പിസ്റ്റ് സീമ, അവളെ വിളിച്ചിട്ട് അവിടെ വീട്ടിൽ ലുമോളിൻ്റെ അടുത്താണ്. അപ്പോൾ അവളെ പറഞ്ഞു, നീ എന്തിനാലും കറങ്ങി നടക്കുന്നത്, ഇനി വീട്ടിൽ വാ, ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്.
ഞാൻ മാമ്പഴ പുളിശ്ശേരി തിന്നിട്ട് ഒരു 20 വർഷമെങ്കിലായി. എൻ്റെ വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കാറില്ല, കാരണം മധുരമുള്ള കറിയോട് എൻ്റെ പേരൻസിന് വലിയ ഇഷ്ടമില്ല. സോ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അവിടെ വെച്ച് ഞാൻ കൊച്ചിനെ കഴിച്ചിട്ടുള്ള ഓരോ ഓർമ്മ എനിക്കുള്ളൂ. അപ്പോൾ ഇവള് മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞതും ഞാൻ ഫ്ലാറ്റ്. അവിടുന്ന് വേഗം ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് സീമയുടെ വീട്ടിലോട്ട് പോയി. സീമയുടെ വീടാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സാങ്ച്വറി. കൊച്ചിയിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ അപ്പോൾ സീമയുടെ വീട്ടിലോട്ട് പോകാം. അവിടെ പോയി ഞാൻ നല്ല മാമ്പഴപ്പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ട്. അവിടെ കൂടെ അവരുടെ കട്ടിലെ കിടന്ന് കുറച്ച് നേരം നല്ലതായിട്ട് ഉറങ്ങി. ഞാനും ഉറങ്ങി. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ജലദോഷത്തിൻ്റെ ഒക്കെ, അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ കോൾഡ്. അവളും കിടന്നു ഉറങ്ങി. ഞങ്ങൾ ഫ്രഷായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി, പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി, ഡാൻസ് ക്ലാസ്സിൽ പോയി, അവിടുന്ന് തിരിച്ചു വീട്ടിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ അറിയാവുന്നവർ ചോദിച്ചു, അഞ്ചു നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നീ അവിടെ പോകുന്നു, അവിടെ നിന്ന് ഇവിടെ പോകുന്നു, ഇവിടുന്ന് അവിടെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നതല്ല, എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പറ്റത്തില്ലല്ലോ. സോ അതൊന്നും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്തല്ല. എനിക്ക് കൊച്ചി പോയി അലഞ്ഞു തിരിയാൻ ഒരു താല്പര്യമില്ല, പ്രത്യേകിച്ച് സമ്മറാണ്. രണ്ടാമത് എൻ്റെ കൂട്ടത്തിൽ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗേളി കൈൻഡ് ഓഫ് സ്റ്റഫ് നമുക്ക് അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാനോ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. സോ എനിക്കതിൽ വലിയ എൻജോയ്മെൻ്റ് ഒന്നുമില്ല, ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യുന്നു. ബട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഫ്രണ്ട് ലിനി UK കൊണ്ടുവന്ന ചക്കപ്പഴമല്ല, പക്ഷേ ലിനിയുടെ അമ്മയുടെ വീട്ടിൽ റാന്നിന്ന് ലിനി ഒരു വലിയ ചക്ക ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. വി ക്യാൻ സ്റ്റോപ്പ് ഈറ്റിംഗ് ചക്ക. ഇഷ്ടംപോലെ ചക്ക. ഞങ്ങൾ നമ്മുടെ അടുത്തൊരു അംഗൻവാടി ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കുറച്ച് ചക്കപ്പഴം കൊടുത്തു. നമ്മുടെ ഡാൻസ് ടീച്ചർ പഠിപ്പിക്കാൻ വന്നപ്പോൾ ഡാൻസ് ടീച്ചർക്ക് കുറേ ചക്കപ്പഴം കൊടുത്തു വിട്ടു. എനിക്കും ഷയാനയ്ക്കുമാണ് ശരിക്കും ചക്ക ക്രേസ്. മറ്റുള്ളവർ തിന്നുന്നുണ്ടെങ്കിലും അവർക്ക് മതിയാവുന്നുണ്ട്. ആന്തല്ലേ മോളെ, പ്രോട്ടീൻ. ഫ്രീ ആയിട്ട് ഒരു ആന്റിനെ കിട്ടിയതല്ലേ, ചൈനയിലൊക്കെ പോയാൽ കാശ് കൊടുക്കണം. സോ ഇഷ്ടം പോലെ ചക്കപ്പഴം കിട്ടി. ഇപ്രാവശ്യം ഇഷ്ടം പോലെ മാങ്ങാപ്പഴം കിട്ടി, ഇഷ്ടം പോലെ ചക്കപ്പഴം കിട്ടി. ഐ എം തിങ്കിങ്, വെൽ, മെനി പീപ്പിൾ മേ നോട്ട് എഗ്രി വിത്ത് മീ, പക്ഷെങ്കിൽ ദൈവം കരുതുന്ന ദൈവമാണ്, ദൈവം പ്രൊവിഷൻ തരുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കിട്ടുമ്പം ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒത്തിരി മാങ്ങപ്പഴം, സീമയുടെ വീട്ടിൽ നിന്നാണ് മോസ്റ്റ്ലി മാങ്ങപ്പഴം വന്നത്. ഈ ഒരു വലിയ ചക്ക ലിനി കൊണ്ട് തന്നുകൊണ്ട് നമുക്ക് ചക്കപ്പഴം ഇഷ്ടംപോലെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ഇത് വെച്ച് ആൾക്കാർ പുട്ടും അടയും അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇതൊന്നും എൻ്റെ വീട്ടിൽ ചിലവാകൂല. അതുകൊണ്ട് ചക്കപ്പഴമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുക. പിന്നെ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് തുടങ്ങാൻ പോവുകയാണെന്ന്. ഞാൻ തുടങ്ങി, എടുത്ത് ചാടി ഞാൻ ആ പരിപാടി തുടങ്ങി. എനിക്ക് 1-to-1 ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം എനിക്കൊരു മാക്സിമം 3-4 വരെ സെഷൻസേ എടുക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ എടുത്താൽ ഞാൻ ഭയങ്കര ബിസി ആയി പോകും. എനിക്ക് ഭയങ്കര ബിസി ആവാൻ ഇഷ്ടമില്ല. സോ എനിക്ക് ആൾക്കാർ സൈനപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതലും അവിടെയും ഇവിടെയുമൊക്കെ ഉള്ള സൗദി അറേബ്യയിൽ നിന്നൊരു നേഴ്സുണ്ട്, UK നിന്നൊരു നേഴ്സുണ്ട്, ഗോവയിൽ നിന്നൊരു ആർക്കിടെക്റ്റുണ്ട്. അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആൾക്കാർ സൈനപ്പ് ചെയ്യുന്നു. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ടോക്കിംഗ് ടു ദം. എനിക്ക് ആ സെഷൻസ് ഭയങ്കര സന്തോഷം തരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഷയാനയ്ക്ക് ബൈബിൾ സ്റ്റഡി തുടങ്ങണം എന്നൊരാഗ്രഹം. കാരണം അവൾ എന്നോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. എലിയാനയുടെയും ഷെഖാനയുടെയും കാര്യത്തിൽ എനിക്കതിൻ്റെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരു ചർച്ച് ഉണ്ടായിരുന്നു, അവർ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഡിഡ് ആൻ അമേസിങ് ജോബ്. സോ എനിക്കവരെ ഇതൊന്നും പഠിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഷയാനയ്ക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ കുറവായതുകൊണ്ടും ഞങ്ങൾ ഒരു ചർച്ചിൽ സ്ഥിരമായിട്ട് പോകുന്നില്ല. ഞങ്ങൾ പല ചർച്ചസിൽ ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. സോ പല ചർച്ചസുമായിട്ടാണ് നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. സൺഡേ നിൽക്കുമ്പം ഓക്കെ ഇന്ന് നമുക്ക് ഇന്നടുത്ത് പോകാം എന്ന് കരുതി അങ്ങനെ അങ്ങ് പോകുന്നു എന്നേ ഉള്ളൂ. വി ഡോണ്ട് ഹാവ് എ ഹോം ചർച്ച്. അപ്പോൾ
ഞങ്ങൾക്ക് ആ ഒരു സൺഡേ സ്കൂളിൽ നിന്നുള്ള പഠിപ്പീര് അത്ര കിട്ടുന്നില്ല. സോ ഞാൻ ഷെയാനയ്ക്ക് ബൈബിള് പഠിപ്പിക്കാൻ അവളുടെ പ്രായത്തിന് പറ്റുന്ന റിസോഴ്സസ് തപ്പിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ IPCയുടെ സൺഡേ സ്കൂൾ ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനത് എലിയാനയ്ക്കും ഷെഖാനയ്ക്കും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ കളർഫുള്ളാണ്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ എല്ലാ സഭക്കാരുടെയും സൺഡേ സ്കൂൾ ബുക്സ് ഞാൻ ഓൺലൈനിൽ കയറി നോക്കി. പക്ഷേ എനിക്കൊരു തൃപ്തി ഒന്നിലും വന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ജെനസിസ് ചാപ്റ്റർ 6 വരെയായി ഞാൻ കളർഫുള്ളായിട്ടുള്ള ഒരു ബുക്ക്, ഒരു പേജ് സ്റ്റോറി, ഒരു പേജ് കളറിങ് പേജ്, അങ്ങനെ ഒരു ബൈബിൾ സ്റ്റഡി ബുക്ക് ടോട്ടലസ് 5 വയസ്സിൻ്റെ വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. എങ്കിലും അതിപ്പം വരുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 മുതൽ 7, 8, 9 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇച്ചിരി ഞാൻ കാണിക്കാം. സോ അങ്ങനെ ഒരു പരിപാടിയും കൂടെ തുടങ്ങി. സോ എനിക്ക് സ്പെയർ ടൈം ഇപ്പം സത്യം പറഞ്ഞാൽ ഒട്ടുമേ തന്നെ ഇല്ല. നേരത്തെയൊക്കെ ഞാൻ തന്നെ ചീസ് ഉണ്ടാക്കുമായിരുന്നു. സവർഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സവർഡോ ബ്രെഡ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ സവർഡോ എല്ലാം റെഡിയായി വരുന്നുണ്ട്. പക്ഷേ കിച്ചൺ ഇപ്പം എൻ്റെ ഫേവറേറ്റ് സ്ഥലം അല്ല. അത്യാവശ്യം പട്ടിണി കിടക്കാതെ പോകാനാണ്. പിന്നെ എപ്പോഴും ഈ കൊച്ചിയിലൊക്കെ പോകുന്നതാണ് മിക്കപ്പോഴും ഫുഡൊക്കെ വെളിയിൽ നിന്നൊക്കെ മേടിക്കുകയോ കഴിക്കുകയോ ഒക്കെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ മെയിനായിട്ടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈസ് അബൌട്ട് പെർസെപ്ഷൻ വേഴ്സസ് റിയാലിറ്റി. നമ്മുടെ മനസ്സ് പോകുന്ന വഴി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലായി. അതിനെ നമുക്ക് പിടിച്ച് തിരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോയാൽ മതി എന്ന് തിരിക്കാൻ പറ്റിയാലുണ്ടല്ലോ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒത്തിരി മാറും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ID ബ്രിട്ടീഷ് മല്ലു മം MUM@gmail.com. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് ഇമെയിൽ ചെയ്യുന്ന സുപ്രിയയുടെ ഇമെയിൽസ് വരുമ്പം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒന്നുമില്ല, സുപ്രിയ അവിടുത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നു, ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നു. ബട്ട് ഹ്യൂമൻ കണക്ഷൻ തരുന്ന ഒരു സുഖവും സന്തോഷവും അത് നിങ്ങളിനി ChatGPTയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ChatGPTക്ക് തരാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ പ്രേയർ ടൈമിൽ എലിയാന പറയുമായിരുന്നു, ഈ ChatGPT എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ ആരുമില്ലാത്തവർക്ക് ചാറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണോ എന്നവൾ ചോദിക്കുകയായിരുന്നു. ചിലപ്പം ആയിരിക്കാം, പക്ഷേ എന്നൊക്കെ സുറിയാഡീസ് വന്നു എന്ന് പറഞ്ഞാലും ഹ്യൂമൻ കണക്ഷൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള വേറെ എന്ത് സുറിയാഡീസാണ് ഉള്ളത്? അതുകൊണ്ട് ഗെറ്റ് ഇൻ ടച്ച്, ലെറ്റ് us have a community. And before I finish, let me tell you, ഈ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന വേറെ ഒരാളുണ്ട്, കൊച്ചുമോൾ. എനിക്ക് എല്ലാവരെയും അറിയത്തില്ല, പക്ഷേ എന്നെ കമൻറ്റ് ചെയ്യുന്നവരെയും എന്നെ ഇമെയിൽ ചെയ്യുന്നവരെയും എനിക്ക് അറിയാം. കൊച്ചുമോളുമായിട്ട് ഞാൻ പല പ്രാവശ്യം സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. കൊച്ചുമോളുടെ വീട്ടിൽ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അത് ക്യാൻസലായി. വീണ്ടും പോകണമെന്നും അവിടെ ചെല്ലുമ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നപ്പോൾ കൊച്ചുമോൾ ഇതാ ഉരുണ്ടു വീണു. കൊച്ചുമോളുടെ കാലൊടിഞ്ഞു, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. നല്ല വേദനയുണ്ടായിരുന്നു, പാവം ഒത്തിരി വേദന അനുഭവിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കൊച്ചുമോൾക്ക് ഐ എം സെൻഡിങ് യു ഓൾ മൈ ലവ് ആൻഡ് റിഗാർഡ്സ്. ഐ ഹോപ്പ് യു ഗെറ്റ് ബെറ്റർ. ആൻഡ് അധികം താമസിയാതെ നമുക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പിടിച്ചടക്കാൻ പറ്റിയുണ്ടല്ലോ, നിങ്ങൾക്ക് ആരാ, പുലികളല്ലേ. സോ ബി എൻകറേജ്ഡ്, ബി ഹാപ്പി. സമ്മറിനെ ഓർത്ത് വിഷമിക്കേണ്ട, ഒരു മാസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ UK-യിലും യൂറോപ്പിലും ഒക്കെ ഉള്ളവർക്ക് വെതർ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ യു ഗൈസ് എൻജോയ്. കുറച്ച് ചെടിയും പൂക്കളും കായും ഒക്കെ നട്ട്, ഞാനാണ് അവിടെയാണെങ്കിൽ എനിക്ക് ഈ സ്പ്രിങ്ങും സമ്മറും ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറിച്ച് തിന്നാം എന്നുള്ളതാണ്. ഞങ്ങളുടെ പറമ്പൊക്കെ എന്തായോ, അവിടെ ഉണ്ടാകുന്നതൊക്കെ ചെറി കായ്ച്ച് കാണും, മുന്തിരിങ്ങ കായ്ച്ച് കാണും, ആപ്പിൾ ചിലപ്പോൾ പൂവിട്ട് കാണുമായിരിക്കും. ആപ്പിൾ കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഇതൊക്കെ ആരെങ്കിലും പറിച്ച് തിന്നുന്നുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ എൻജോയ് ചെയ്താൽ മതിയായിരുന്നു, ഇല്ലേ? അല്ലേ ചുമ്മാ പോകത്തില്ലേ?
എനിവേസ്, എല്ലാവരും സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, സന്തോഷമുള്ള കാര്യങ്ങളെ മുറുക്കെ പിടിക്കുക, എന്നിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു.